നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വെൽക്കം. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചാപ്റ്ററായ ആസിഡ് ബേസ്ഡ് ആൻഡ് സോൾട്ട്സ് ആണ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. അതിൽ പി എച്ച് എന്താ, യൂണിവേഴ്സൽ ഇൻഡിക്കേറ്റർ എന്താ, ഇതിന്റെ കാര്യങ്ങൾ, പിന്നെ ഡെയിലി ലൈഫിൽ എന്തൊക്കെ പി എച്ചിന് എന്താണ് ഇമ്പോർട്ടൻസ്, ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. അതേപോലെ തന്നെ ആസിഡ്സിന്റെയും ബേസിന്റെയും പ്രോപ്പർട്ടീസ് വരെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി അതേപോലെ തന്നെ ഇനി നമുക്ക് ഇതിൽ ഡിസ്കസ് ചെയ്യാൻ ബാക്കിയുള്ളത് എന്താ, സോൾട്സിന്റെ കാര്യമാണ് ഡിസ്കസ് ചെയ്യേണ്ടത് അല്ലെ. ആസിഡ്സും ബേസും നമ്മൾ പറഞ്ഞു. ഇനി എന്തിന്റെ പറയാനുള്ളത്, സോൾട്സിന്റെ കാര്യം അല്ലെ. അപ്പോ ബേസിന്റെയും ആസിഡിന്റെ ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതൊക്കെയായിരുന്നു, എന്തൊക്കെയാണ് നമ്മുടെ ഡെയിലി ലൈഫിൽ, അല്ലെങ്കിൽ നമുക്ക് ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന ആസിഡ്സ് ഏതൊക്കെയാ, ബേസ് ഏതൊക്കെയാന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന സോൾട്സ് ഏതൊക്കെയാണ്. ടേബിൾ സോൾട്ട്, അതെന്താ, സോഡിയം ക്ലോറൈഡ് ആണ് നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന സോൾട്ട്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് അല്ലെ. NaCl, സോഡിയം ക്ലോറൈഡ് അല്ലെ. ടേബിൾ സോൾട്ട്, പിന്നെ ഏതാ, ബേക്കിംഗ് സോഡ. ബേക്കിംഗ് പർപ്പസിനൊക്കെ നമ്മൾ നമ്മുടെ കേക്കിനും ബിസ്ക്കറ്റ്സിനൊക്കെ ഒരു ഫ്ലഫിനെസ് കിട്ടാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സാധനം ബേക്കിംഗ് സോഡ. ഇതൊക്കെ എന്താ, ഒരു സാൾട്ടിന് എക്സാമ്പിൾ ആണ്. അപ്പൊ എങ്ങനെയാണ് ഈ സോൾട്ട് ഫോർമേഷൻ നടക്കുക? നമ്മൾ കഴിഞ്ഞ ക്ലാസ് തന്നെ ഒരു റിയാക്ഷനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു, ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ. എന്താ ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ? ഒരു ആസിഡും ബേസും കൂടെ തമ്മിൽ റിയാക്ട് ചെയ്തിട്ട് ഒരു സോൾട്ടിന്റെ ഫോർമേഷൻ നടക്കുകയാണ് ചെയ്യുന്നത്. ആസിഡും ബേസും കൂടെ റിയാക്ട് ചെയ്ത് എന്താ ഫോം ചെയ്യുക, ഒരു സോൾട്ട് പ്ലസ് എന്തായിരിക്കും, ഒരു വാട്ടർ. അപ്പൊ സോൾട്ട് ഫോർമേഷന്റെ റിയാക്ഷന്റെ പേരെന്താ ചോദിച്ചാൽ എന്താ, ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ. ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ നമ്മൾ എക്സാമ്പിൾസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു, നമ്മൾ HCl പ്രസൻസ് കൂടുമ്പോൾ നമ്മൾ മെഗ്നീഷ്യ കഴിക്കുമ്പോൾ അത് ന്യൂട്രലൈസ് ചെയ്ത് പോകും. അതൊക്കെ എക്സാമ്പിൾസ് ആണ്. അതേപോലെ സോൾട്ടിന്റെ ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ വഴിയാണ് സോൾട്ട് ഫോർമേഷൻ നടക്കുന്നത്. ആസിഡും ബേസും കൂടെ റിയാക്ട് ചെയ്തിട്ട് സോൾട്ട് പ്ലസ് വാട്ടർ ഫോർമേഷൻ നടക്കും. അതിന് എക്സാമ്പിൾ ആയിട്ട് എങ്ങനെ പറയാം, HCl NaOH എന്ന് പറയുന്ന സോൾട്ടുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് എന്ത് ഫോം ചെയ്തു, NaCl. NaCl ഏതാണ്, നമ്മൾ പറഞ്ഞ സാധാ കോമൺ സോൾട്ടും വാട്ടറിന്റെ ഫോർമേഷനും. പിന്നെ നമ്മൾ ആസിഡ്സിന്റെയും ബേസിന്റെയും ഒക്കെ pH പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. എങ്ങനെയായിരിക്കും, ഏത് pH ലെവലിലായിരിക്കും വരിക, 1 to 14 വരെ സ്കെയിലിൽ എന്നൊക്കെ പറഞ്ഞു. അതേപോലെ ഈ സോൾട്സിനും എന്താ, pH ലെവൽ ഉണ്ട്. എ സോൾട്ട് ഓഫ് സ്ട്രോങ് ആസിഡ് ആൻഡ് സ്ട്രോങ് ബേസ്. അതായത് എങ്ങനെയാ സ്ട്രോങ് ആസിഡ്സിന്റെ റേഞ്ച് എത്രയാണെന്ന് നമ്മൾ നോക്കിയപ്പോ ഓൾറെഡി കണ്ടിട്ടുണ്ടായിരുന്നു. എത്രയാ സ്ട്രോങ് ആസിഡ്സിന്റെ റേഞ്ച് വരുന്നത്? സ്ട്രോങ് ആസിഡ്സിന്റെ റേഞ്ച് എത്രയാ വരുന്നത്? 0, 1, 2 എന്നൊക്കെ വരുന്നതാണ് എന്താ, സ്ട്രോങ് ആസിഡ്സിന്റെ റേഞ്ച്. അപ്പോ ഈ സ്ട്രോങ് ആസിഡും പിന്നെന്താ, സ്ട്രോങ് ആസിഡ് ഒരു സ്ട്രോങ് ബേസുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ഫോം ചെയ്യുന്ന സോൾട്ടാണ്. നമ്മൾ പറഞ്ഞു ആസിഡും ബേസും കൂടെ തമ്മിൽ റിയാക്ട് ചെയ്തിട്ടാണ് സോൾട്ട് ഫോർമേഷൻ നടക്കുന്നത് എന്നൊക്കെ. അതേപോലെ ഒരു സ്ട്രോങ് ആസിഡ് ഒരു സ്ട്രോങ് ബേസും കൂടെ റിയാക്ട് ചെയ്തിട്ടാണ് സോൾട്ട് ഫോം നടക്കുന്നതെന്നുണ്ടെങ്കിൽ അതിന്റെ pH എപ്പോഴും എത്രയായിരിക്കും? pH ranges, pH will be equal to 7 അല്ലെ. അതായത് എന്താ, ന്യൂട്രൽ pH ആയിരിക്കും. അതേപോലെ ഒരു വീക്ക് ആസിഡും സ്ട്രോങ് ബേസും ആണ് റിയാക്ട് ചെയ്തിട്ട് ഫോം ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിന്റെ pH ഗ്രേറ്റർ ദാൻ 7. ഗ്രേറ്റർ ദാൻ 7 pH എന്ന് പറഞ്ഞാൽ എന്താ, ബേസിക് ഇൻ നേച്ചർ. സ്ട്രോങ് ബേസും വീക്ക് ബേസും കൂടെ റിയാക്ട് ചെയ്തിട്ടാണ് ഫോം ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എന്താ, pH will be less than 7. അതെങ്ങനെയായിരിക്കും, അസിഡിക് ഇൻ നേച്ചർ ആയിരിക്കും. ഇനി നമ്മൾ ഓരോ കോമൺ സോൾട്സ്, നമ്മുടെ ഡെയിലി ലൈഫിലുള്ള ഓരോ കോമൺ സോൾട്സിന്റെ യൂസസും അതിന്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണ് നമ്മൾ ഇനി നോക്കുന്നത്. അതിന്റെ റിയാക്ഷൻസ് എങ്ങനെയാണ്. കെമിക്കൽ ഫോർമുല ആദ്യത്തെ സോൾട്ട് നമ്മൾ പറയുന്നത് ഏതാ, സോഡിയം ഹൈഡ്രോക്സൈഡ്. അല്ലെങ്കിൽ പിന്നെന്താ, എന്ന് പറയുന്ന പേര് കോമൺ നെയിമാണ് എന്ത്, കോസ്റ്റിക് സോഡ. കെമിക്കൽ ഫോർമുല അതിന്റെ സിമ്പിൾ എന്താ, NaOH. എങ്ങനെ അതിന്റെ അക്വ സൊല്യൂഷൻ ഓഫ് NaCl എന്ത്, ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ അത് ഡീകമ്പോസ് ചെയ്തിട്ട് എന്ത് ഫോം ചെയ്യും, NaOH ഫോം ചെയ്യും. അതാണ് നമ്മുടെ എന്ത്, സോഡിയം ഹൈഡ്രോക്സൈഡ്. NaCl എന്ത് പാസ് ചെയ്തു, NaCl നമ്മുടെ NaCl സൊല്യൂഷനിലൂടെ നമ്മൾ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ഫോം ചെയ്യും, NaOH നമുക്ക് കിട്ടും. അതിന്റെ യൂസസ് എന്തിനൊക്കെയാണ് നമ്മൾ ഈ കോസ്റ്റിക് സോഡ അല്ലെങ്കിൽ സോഡിയം ഹൈഡ്രോക്സൈഡ് യൂസ് ചെയ്യുന്നത്? സോപ്പ് ഡിറ്റർജന്റിന്റെ ഒക്കെ പ്രിപ്പറേഷന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. പേപ്പർ മാനുഫാക്ചറിങ് കമ്പനീസ് യൂസ് ചെയ്യുന്നുണ്ട്. ഓയിൽ റിഫൈനിങ് അതിനെ യൂസ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാ സോഡിയം ഹൈഡ്രോക്സൈഡിന്റെ യൂസസ് എന്തൊക്കെയായിരുന്നു? സോപ്പും ഡിറ്റർജന്റും ഉണ്ടാക്കാൻ, പേപ്പർ മാനുഫാക്ചറിങ്,
ഓയിൽ റിഫൈനിങ്. ഇനി അടുത്താണ് ബ്ലീച്ചിങ് പൗഡർ. ബ്ലീച്ചിങ് പൗഡർ നമുക്ക് എല്ലാവർക്കും അറിയാം, ക്ലീനിങ് പർപ്പസിന് യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ബ്ലീച്ചിങ് പൗഡർ അല്ലെ. അത് എന്തിനായിരിക്കും അപ്പം, എങ്ങനെയായിരിക്കും, എന്തിനാ യൂസ് എന്ന് ഇപ്പൊ നമുക്കറിയാം. അപ്പൊ ഇനി അതെന്താണ്, അതൊരു സോൾട്ട് ആണ്, കോമൺ സോൾട്ട് ആണ്. അതിന്റെ ഫോർമുല എന്താ, CaOCl2. ഇതിന്റെ ഫോർമുലയും അതിന്റെ യൂസസ്, അതിന്റെ പ്രിപ്പറേഷൻ, ഇതെല്ലാം അറിഞ്ഞിരിക്കണം. ഇറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ആക്ഷൻ ഓഫ് ക്ലോറിൻ ഓൺ ഡ്രൈ സ്ലേക്കഡ് ലൈം. സ്ലേക്കഡ് ലൈം എന്ന് പറയുന്നത് നമ്മുടെ സാധാ ചുണ്ണാമ്പാണ്. ആ സ്ലേക്കഡ് ലൈമിലൂടെ എന്ത് ചെയ്യുന്നത്, നമ്മള് ക്ലോറിനായിട്ട് റിയാക്ട് ചെയ്തിട്ടാണ് ആര് ഫോം ചെയ്യുന്നത്, ബ്ലീച്ചിങ് പൗഡർ അല്ലെങ്കിൽ CaOCl2 എന്ന് പറയുന്ന ആള് ബ്ലീച്ചിങ് പൗഡറിന്റെ പ്രിപ്പറേഷൻ. സ്ലേക്കഡ് ലൈമിലൂടെ നമ്മൾ ക്ലോറിനായിട്ട് റിയാക്ഷൻ നടത്തുമ്പോൾ നമുക്ക് കിട്ടുന്ന ആളാണ് എന്ത്, ബ്ലീച്ചിങ് പൗഡർ. എന്തൊക്കെയാ ഇതിന്റെ യൂസ്, ബ്ലീച്ചിങ് കോട്ടൺ ആൻഡ് ലിനൻ ഇൻഡസ്ട്രീസ്. നമ്മൾ ബ്ലീച്ചിങ് പർപ്പസ്, ബ്ലീച്ചിങ് പറഞ്ഞാൽ എന്താ, കളർ റിമൂവ് ചെയ്യാൻ പർപ്പസിന് യൂസ് ചെയ്യുന്നുണ്ട്. പേപ്പർ മാനുഫാക്ചർ ചെയ്യാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെന്താ, പിന്നെ നമുക്കറിയാം ഡിസിൻഫെക്ഷൻ. നമ്മള് നമ്മുടെ കിഞ്ചിലൊക്കെ ഇടയ്ക്ക് യൂസ് ചെയ്യാറുണ്ട് ബ്ലീച്ചിങ് പൗഡർ അല്ലെ. എന്തിനു വേണ്ടിയിട്ടാ, ഡിസിൻഫെക്റ്റിങ്, അതിന് എന്തെങ്കിലും ബാക്ടീരിയ ഉണ്ടെങ്കിൽ അതിന്റെയൊക്കെ റിമൂവലിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ബ്ലീച്ചിങ് പൗഡറിന്റെ ഹെൽപ്പ് യൂസ് ചെയ്യാറുണ്ട് അല്ലെ. ഡിസിൻഫെക്റ്റിംഗ് ഡ്രിങ്കിങ് വാട്ടർ അതിന് യൂസ് ചെയ്യുന്നു. ഇനി അടുത്ത സോൾട്ട് ഏതാ, ബേക്കിംഗ് സോഡ. ബേക്കിംഗ് സോഡ നമുക്ക് അറിയാം എന്തിന്, നമ്മുടെ ബേക്കിംഗ് പർപ്പസ്, അതായത് കേക്ക് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ബേക്കിംഗ് സോഡ. അതിന്റെ കെമിക്കൽ ഫോമിൽ എന്താ, NaHCO3. എങ്ങനെയായിരിക്കും പ്രിപ്പറേഷൻ, ഒരു സോൾട്ട് വാട്ടർ കാർബൺ ഡൈ ഓക്സൈഡ് റിയാക്ട് വിത്ത് അമോണിയ, ദെൻ സോഡിയം ഹൈഡ്രോജൻ കാർബണേറ്റ് ഫോംസ്. അതായത് ഒരു സോൾട്ടും വാട്ടറും കാർബൺ ഡൈ ഓക്സൈഡും കൂടെ എടുക്കുകയാണ്. ഏതെങ്കിലും ഒരു സോൾട്ട്, ഇപ്പൊ നമ്മളിവിടെ എത്തിക്കുന്ന സാധാ കോമൺ സോൾട്ടാണ് NaCl, അത് വാട്ടറും കാർബൺ ഡൈ ഓക്സൈഡും ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടും, ബേക്കിംഗ് സോഡ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. എന്തിനൊക്കെ അത് യൂസ് ചെയ്യുന്നത്, കോൾഡ് ഡ്രിങ്ക്സ്, ഫയർ ആൻഡ് മാനുഫാക്ചറിങ് ഓഫ് എക്സ്റ്റിങ്ക്യൂഷേഴ്സ് എന്താണെന്ന് അറിയാലോ, ഫയർ എക്സ്റ്റിങ്ക്യൂഷേഴ്സിന്റെ ഒക്കെ മാനുഫാക്ചേഴ്സിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെന്താ, ബേക്കിംഗ് പൗഡറിന്റെ മാനുഫാക്ചറിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അടുത്താണ് വാഷിംഗ് സോഡ. അതിന്റെ കെമിക്കൽ ഫോർമുല എന്താ, Na2CO3.10H2O. So this washing is formed by further continuing this process. നമ്മള് Na2CO3 എന്ന് പറയുന്ന സോൾട്ടിലേക്ക് വാട്ടറിന്റെ അഡീഷൻ ചെയ്തിട്ടാണ് നമ്മൾ എന്ത്, വാഷിംഗ് സോഡയുടെ പ്രിപ്പറേഷൻ ചെയ്യുന്നത്. Na2CO3 plus 10H2O gives Na2CO3.10H2O. അതെന്തിനൊക്കെ യൂസ് ചെയ്യുന്നത്, ഗ്ലാസ് ഷോപ്പും പേപ്പർ ഇൻഡസ്ട്രീസിലും യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ക്ലീനിങ് ഏജന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്, വാഷിംഗ് സോഡ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാലോ എന്താ, ക്ലീനിങ് പർപ്പസിന് യൂസ് ചെയ്യുന്നു, നമുക്ക് യൂസ് ചെയ്യാം. പിന്നെന്താ, ഹാർഡ്നെസ് ഓഫ് വാട്ടറിന്റെ ഹാർഡ്നെസ് എന്തുകൊണ്ടൊക്കെയാ, രണ്ട് സോൾട്ടിന്റെ പ്രസൻസ് ഉള്ളതാണ്. അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ ഇനി വരുന്ന ചാപ്റ്റേഴ്സിൽ പഠിക്കുന്നുണ്ട്. ഏറ്റവും ഹാർഡ്നെസ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, വാഷിംഗ് സോഡ യൂസ് ചെയ്യുന്നുണ്ട്. അടുത്തൊരു സോൾട്ടാണ് പ്ലാസ്റ്റർ ഓഫ് പാരീസ്. ഇത് നിങ്ങൾക്കൊക്കെ അറിയാം. നമ്മൾ ഓരോ മോൾഡുകൾ ഉണ്ടാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ കൈ കൊടിഞ്ഞാൽ നമ്മുടെ കയ്യിൽ എന്താ ചെയ്യാം, പ്ലാസ്റ്റർ ഓഫ് പാരീസ് വെച്ചിട്ട് നമ്മുടെ കൈ അനങ്ങാണ്ട് വെക്കാനുള്ള രീതിയിലാക്കുക ചെയ്യാം അല്ലെ. അതിന്റെ കെമിക്കൽ ഫോർമുല എന്താ, CaSO4.12H2O. കെമിക്കൽ ഫോർമുല അറിഞ്ഞിരിക്കണം. ഓരോന്നിന്റെയും ഓരോ സോൾട്ടിന്റെയും കെമിക്കൽ ഫോർമുല നമുക്ക് അറിഞ്ഞിരിക്കണം. അതെങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നത്, ഹീറ്റ് ജിപ്സം അറ്റ് 100 ഡിഗ്രി സെൽഷ്യസിൽ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ എന്താ, വാട്ടർ മോളിക്യൂൾ റിമൂവ് ചെയ്യും. അതെന്തായി മാറും, പ്ലാസ്റ്റർ ഓഫ് പാരീസ് ആയിട്ട് മാറും. എങ്ങനെയായിരിക്കും, CaSO4.2H2O plus heat gives CaSO4.12H2O. CaSO4.12H2O വീണ്ടും വാട്ടർ അഡീഷൻ ചെയ്യുമ്പോൾ എന്താവും, CaSO4.2H2O. എന്തിനൊക്കെയാ യൂസ് ചെയ്യാം, സർഫസ് സ്മൂത്തൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യും, ഡെക്കറേഷൻ മെറ്റീരിയൽസിന്റെ പ്രിപ്പറേഷൻ യൂസ് ചെയ്യും, ഹോസ്പിറ്റൽസിന് നമ്മൾ പറഞ്ഞ പോലെ നമുക്ക് എവിടെയെങ്കിലും ഫ്രാക്ചർ ഒക്കെ ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിനെ യൂസ് ചെയ്യും. ഇത്രയും നേരം നമ്മൾ ഡിസ്കസ് ചെയ്ത സോൾട്ടുകളാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഏതൊക്കെയാ, വാഷിംഗ് സോഡ, ബേക്കിംഗ് സോഡ, ബ്ലീച്ചിങ് പൗഡർ, പ്ലാസ്റ്റർ ഓഫ് പാരീസ്. അതിന്റെ കെമിക്കൽ നെയിം എന്താ, സോഡിയം കാർബണേറ്റ് ഡെക്കാഹൈഡ്രേറ്റ്. ബേക്കിംഗ് സോഡ എന്താ, സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റ്. ബ്ലീച്ചിങ് പൗഡർ കാൽഷ്യം ഓക്സിക്ലോറൈഡ്. പ്ലാസ്റ്റർ ഓഫ് പാരീസ് കാൽഷ്യം സൾഫൈഡ് ഹെമിഹൈഡ്രേറ്റ്. കെമിക്കൽ ഫോർമുല എന്താന്ന് നമ്മൾ നോക്കി, അതിന്റെ യൂസസ് എന്താന്ന് നോക്കി. ഇതെല്ലാം
ഈ ടേബിൾ എന്തായാലും നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ഈ ടേബിളിൽ അതായത് കെമിക്കൽ നെയിം അറിയണം, കെമിക്കൽ ഫോർമുല അറിയണം, യൂസസ് അറിയണം. ഇത് അറിഞ്ഞാൽ എന്തായാലും എക്സാമിന് ക്വസ്റ്റ്യൻ ഉണ്ടാവും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ചാപ്റ്ററിൽ. നമ്മൾ ആസിഡ്സിന്റെ കാര്യം പറഞ്ഞു, ബേസിന്റെ കാര്യം പറഞ്ഞു, സോൾട്ടിന്റെ കാര്യം പറഞ്ഞു. ഇതെല്ലാം നിങ്ങൾ വിശദമായി പഠിക്കണം. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ കേട്ടോ. ഓക്കെ, താങ്ക് യു.